സാർ, ഇന്ന് പുലർച്ചെ പഞ്ചാബിൽ വെച്ച് നമ്മൾ ഒരു മിസൈൽ തകർത്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ. അത് ചൈനയുടേതാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതായത് അവശിഷ്ടങ്ങളിൽ നിന്ന് അത് തെളിഞ്ഞിട്ടുണ്ട്. 2 മിസൈലുകൾ അയക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ അവശിഷ്ടങ്ങളിൽ സീക്കർ സിസ്റ്റം എന്ന് പറഞ്ഞ മിസൈലിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്. ഈ മിസൈലിൻ്റെ സീക്കർ സിസ്റ്റം കിട്ടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ മിസൈലിൻ്റെ ശേഷി, അതിൻ്റെ പരിമിതി, അതിന് മറ്റ് വേറെ വിമാനം, അതിൻ്റെ ലക്ഷ്യം ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ശേഷി, ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള അതിൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ രഹസ്യാത്മകതയുണ്ടല്ലോ മിസൈലിൻ്റെ, ഇത് മുഴുവൻ പൊളിക്കുന്ന സംഭവമാണ് ഈ സീക്കർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു മിസൈലിൻ്റെ സീക്കർ സിസ്റ്റം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിനെങ്ങനെ ജാം ചെയ്യാൻ പറ്റും, അതിൻ്റെ ഗൈഡൻസ് എങ്ങനെയാണ്, ആ മിസൈൽ കൊള്ളുന്നതാണോ കൊള്ളില്ലാത്തതാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒരു മിസൈലിൻ്റെ അത് കിട്ടിയിട്ടുണ്ട്. ഇത് ഹോഷിയാർപൂരിൽ നിന്ന് കിട്ടിയ മിസൈലാണ് അല്ലേ? അമൃത്സർ ആ ഭാഗത്ത് നിന്ന് 2 ഗ്രാമങ്ങളിലാണ് ഈ അവശിഷ്ടങ്ങൾ കിട്ടിയത്. അപ്പോൾ ഇന്ത്യയുടെ ഈ ലക്ഷ്യങ്ങൾക്കെതിരെ പാകിസ്ഥാൻ വിമാനങ്ങൾ അയച്ച മിസൈലുകൾ ഒരേ വിമാനത്തിൽ നിന്ന് വന്ന 2 മിസൈലാകാനാണ് സാധ്യത എന്നാണ് കണക്കാക്കുന്നത്. ഒരേ വിമാനം, അത് ചൈനീസ് വിമാനം തന്നെ ആകാം. JF-17 പോർ വിമാനങ്ങൾ ചൈന കൊടുത്തത്. അങ്ങനൊരു JF-17 വിമാനത്തിൽ നിന്ന് അയച്ച PL-15E എന്ന് പറഞ്ഞ PL-15 എന്ന് പറഞ്ഞിട്ടുള്ള മിസൈല് ചൈന കൊടുത്തു ഇല്ലേ? അതെ. ചൈനയുടെ മറ്റേ വിമാനങ്ങളൊക്കെ വന്നിട്ട് ഈ മിസൈലൊക്കെ കൊടുത്ത വാർത്തയൊക്കെ വന്നിരുന്നു, ഇത് കിട്ടിയെന്നൊക്കെ ഉള്ളത്. പിന്നീട് വന്നിരുന്നു ചൈനയുടെ ഈ PL-15 എന്ന് പറഞ്ഞത് അവിടുത്തെ പട്ടാളം മാത്രം ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് അടിയന്തര ഡെലിവറി ആയിട്ട് കൊടുത്തതാണ് എന്ന് വാർത്തകൾ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടെത്തിയിരിക്കുന്ന ഈ മിസൈൽ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇത് PL-15E എക്സ്പോർട്ട് വേർഷൻ, കയറ്റുമതിക്ക് വേണ്ടിയിട്ടുള്ള വേർഷൻ, അവിടുത്തെ പട്ടാളം ഉപയോഗിക്കുന്നതല്ല. അതിന് റേഞ്ച് കൂടുതലാണ്, 250-300 കിലോമീറ്റർ റേഞ്ചൊക്കെ ഉള്ളതാണ്. ഇത് 150 കിലോമീറ്ററൊക്കെ വരുന്ന റേഞ്ചുള്ളതാണ് ഈ PL-15E. അപ്പോൾ ഈ ചൈന കൊടുത്ത വിമാനത്തിൽ നിന്ന് പാകിസ്ഥാൻ നമുക്ക് നേരെ അയച്ചിരിക്കുന്ന മിസൈല് ചൈനയുടെ തന്നെ കയറ്റുമതി ചരക്ക് PL-15E ആണെന്നാണ് അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കാണുന്നത്. അതായത് എക്സ്പോർട്ട് വേർഷൻ ആണ്. അതായത് അവിടെ പട്ടാളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അടിയന്തരമായിട്ട് കൊടുത്തതല്ല ഈ വന്നിരിക്കുന്നത്. ഇത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച്, നമ്മുടെ കൺവെട്ടത്തിൽ നിന്നൊന്നും കാണുന്നതല്ല. ആ റേഞ്ചിലാണ്. എയർ ടു എയർ മിസൈലാണ്, ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ വിമാനത്തിൽ വരുന്നു ഇല്ലേ? നമ്മുടെ തന്നെ വിമാനങ്ങൾക്ക് നേരെ അയക്കുന്നത്, അല്ലെങ്കിൽ മിസൈലിന് നേരെ അയക്കുന്നത്. എയർ ടു എയർ മിസൈലാണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ JF-17 പോർ വിമാനം, ഈ PL-15 എന്ന് പറഞ്ഞ മിസൈൽ, ഇത് രണ്ടും ആദ്യമായി ഒരു യുദ്ധമുഖത്ത് പങ്കെടുക്കുന്നതാണ്. കന്നി അംഗം ആണ്. ചൈനയുടേത് ഈ 1962 ശേഷം ഒരു യുദ്ധത്തിലും ഒന്നും പങ്കെടുത്തിട്ടില്ലല്ലോ, അതിൻ്റെ ശേഷിയും അറിയില്ല. അപ്പോൾ കന്നി അംഗമാണെന്ന് കരുതുന്നു. ഈ 2 മിസൈലിൻ്റെയും അവശിഷ്ടങ്ങളിൽ നിന്ന് അതിൻ്റെ നമ്പർ കാണാം. ഒരെണ്ണത്തിൻ്റെ നമ്പർ P-15E 12, 20, 30, 23. മറ്റേതിൻ്റെത് P-15E 12, 20, 30, 39. അപ്പോൾ രണ്ടിലും PL-15E എന്നുണ്ട്. അതാണ്, അത് എക്സ്പോർട്ട് ചരക്കാണത് PL-15. അതാണ് ഇപ്പോൾ അത്യാധുനിക മിസൈലായിട്ട് ലോകത്ത് പറയപ്പെടുന്നത്. ബാക്കി എല്ലാ മിസൈലുകളൊക്കെ വെട്ടിക്കുന്നതാണെന്നൊക്കെ പറയുന്ന സാധനം പറയുന്ന ഇതിനെയാണ് നമ്മളുടെ S-400 കൈകാര്യം ചെയ്തിരിക്കുന്നത്, വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. നമ്മളുടെ
മിസൈൽ തന്നെ ഈ മിസൈലിനെ തകർത്തിരിക്കുന്നു. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ചൈനയുടെ ഈ മിസൈലിനും ഇനി വിപണി കിട്ടില്ല, ഇത് ആർക്കും വേണ്ട എന്ന് ഈ വാർത്ത പുറത്തു വരുന്നതോടുകൂടി വളരെ വ്യക്തമാവും. ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ നമ്മൾ ചൈനയുടെ ഒരു പൊള്ളത്തരം പൊളിച്ചു കളയാണ് ചെയ്തത് അല്ലേ? ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഒന്നുകിൽ ഇത് രണ്ടാം കിടമാണോ അല്ല മൂന്നാം കിടമാണ് എന്നുള്ളത് ലോകത്തിന് മുന്നിൽ അറിയിച്ചാൽ പിന്നെ ഇതിന് വിൽപ്പനയില്ലല്ലോ, വിപണന സാധ്യതയില്ലല്ലോ. അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലുള്ള ചെറു രാജ്യങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് വല്ലതും കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷെ അപ്പോഴും ചൈന അവകാശവാദം ഉന്നയിക്കുന്ന മുഴുവൻ പൊള്ളത്തരമാണെന്ന് നമ്മൾ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള മിസൈലുകളെയൊക്കെ കവച്ചു വയ്ക്കുന്ന മിസൈലാണ് ഈ PL-15. അവരുടെ പട്ടാളത്തിന്റെ കയ്യിലുള്ളത് PL-15E എന്ന് പറയുന്നത് റേഞ്ച് ഇത്തിരി കുറഞ്ഞിരിക്കുന്ന സംഭവമാണ് എന്ന് അവകാശപ്പെടുന്ന മിസൈലാണിത്. ഞങ്ങളെല്ലാത്തിനെയും ശരിപ്പെടുത്തി കളയും. ഈ PL-15 പാകിസ്ഥാന് കിട്ടി എന്ന് പറഞ്ഞ വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ പേടിപ്പിക്കാൻ എന്നുള്ള മട്ടിലാണ് ഈ വാർത്തകൾ തന്നെ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് ഈ PL-15 പാകിസ്ഥാന് കിട്ടി എന്നുള്ള വാർത്തകൾ. അത് ചിലപ്പോൾ അവർ തന്നെ ലീക്ക് ചെയ്തതായിരിക്കാം. പക്ഷെ എന്തായാലും PL-15 ഈ കന്നി അംഗത്തിൽ തന്നെ തോറ്റുപോയിരിക്കുന്നു. ഇതാണ് നമുക്ക് പഞ്ചാബിൽ നിന്ന് കിട്ടുന്ന, അമൃത്സർ ഹോഷിയാർപൂരിൽ നിന്നൊക്കെ കിട്ടുന്ന ചിത്രങ്ങൾ. ഇതിൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ വൈറലായിട്ടുണ്ട്. രാവിലെ മുതൽ ഈ അവശിഷ്ടങ്ങൾ കിട്ടിയെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ചിത്രങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ചൈന ഈ യുദ്ധത്തിൽ തോറ്റുപോയി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെ വിശ്വസിച്ചാണല്ലോ പാകിസ്ഥാൻ അത്തരം നിലപാടെടുക്കുന്നത്. അപ്പോൾ ചൈന കൊടുക്കുന്ന വിമാനങ്ങളല്ലേ മിസൈലെല്ലാം ഈ തരത്തിലാണെങ്കിൽ അപ്പോൾ ഇന്ത്യക്കെതിരെ നേരിട്ടൊരു യുദ്ധം വന്നാൽ 96 മണിക്കൂർ പോയിട്ട് 48 മണിക്കൂർ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമാവില്ലേ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ ഈ ചൈനയുടെ ആയുധങ്ങളെ പറ്റി പറയാറുണ്ട്. ചൈനയുടെ ആയുധങ്ങൾ മറ്റേ യുദ്ധരംഗത്ത് അനുഭവമില്ല. അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്നത് വളരെ പഴയതും പിന്നെ ശേഷിയില്ലാത്തതും ഒക്കെയാണ്. ഈ അന്തർവാഹിനി യുദ്ധക്കപ്പൽ എന്നൊക്കെ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു രാജ്യത്തിൻ്റെ ഇപ്പോൾ ബെറാക്ടർ ഡ്രോൺ എന്ന് പറഞ്ഞത് യുക്രൈനിൽ തെളിഞ്ഞത് കൊണ്ടാണ് അത് ആളുകൾ വാങ്ങിക്കുന്നത് തുർക്കിയുടെ കയ്യിൽ നിന്ന്. ചൈനയുടെ കയ്യിൽ നിന്ന് ആളുകൾ ഈ പാകിസ്ഥാനൊക്കെ അല്ലാതെ വേറെ ആരും വാങ്ങുന്നില്ലല്ലോ. യുദ്ധത്തിൽ ഒന്നും തെളിവില്ല. എന്നിട്ട് ചൈനയുടെ മാധ്യമങ്ങൾ ഈ യുദ്ധത്തിന് എങ്ങനെയാണെന്നറിയോ കാണുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത്? വെയ്ബോ, അവരുടെ വെയ്ബോയിൽ വന്നിരിക്കുന്നത് പാക് ഷൂട്ട്സ് ഡൗൺ 6 ഇന്ത്യൻ ജെറ്റ്സ്. ശീർഷക ഇന്ത്യയുടെ 6 ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി പാകിസ്ഥാൻ. വളരെ ശീർഷക 9 കോടിയാണ് ഈ ചെറിയ സമയത്തിൽ ആളുകൾ കണ്ടത് ഈ വാർത്ത. ചൈനയിൽ ജനസംഖ്യയൊക്കെ കൂടുതൽ. പിന്നെ ഗുവാൻച 163 തുടങ്ങിയ ചാനലുകളിൽ പാക് ഷൂട്ട്സ് ഡൗൺ 6 ഇന്ത്യൻ മിലിറ്ററി എയർക്രാഫ്റ്റ്സ്. 6 നമ്മുടെ വിമാനം. ഇങ്ങനെ കള്ളമുണ്ടല്ലോ. അതാണ് ചൈനീസ് മാധ്യമങ്ങളിലും ഇന്ത്യക്കെതിരായ കള്ളമാണ് വരുന്നത്. ഇൻക്ലൂഡിങ് 3 റഫാൽസ് എന്നുണ്ടായിരുന്നു. നമ്മുടെ 3 റഫാൽ എന്ന് പറഞ്ഞിട്ട്. റഫാൽ എന്നൊക്കെ പറയുന്ന ഈ പടങ്ങളൊക്കെ പഴയ ചിത്രങ്ങളൊക്കെയാണ്. അതിൽ 1 യുക്രൈനിൽ നിന്നുള്ള ചിത്രമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന് അവരുടെ JF-17 ജെറ്റ്സ് ഉണ്ട്, PL-10 മിസൈൽസ് ഉണ്ട് എന്നൊക്കെ ഈ വാർത്തകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ വെയ്ബോയിൽ തന്നെ പറയുകയാണ് ഇന്ത്യ ഓപ്പൺസ് ഫയർ വിത്തൗട്ട് പ്രൊവക്കേഷൻ. പ്രകോപനം ഇല്ലാതെ നമ്മൾ വെടിവെച്ചു ബോംബിട്ടു എന്നൊക്കെ. പഹൽഗാം എന്നുള്ളത് അല്ലേ? അതെ, പ്രകോപനമല്ലേ? പ്രകോപനമില്ലാതെ നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ 1962 പാഠങ്ങൾ ഇന്ത്യ മറന്നോ എന്നൊക്കെ അവിടുത്തെ പത്രങ്ങളിൽ ചോദിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പാകിസ്ഥാൻ സൈന്യം വലിയ വെല്ലുവിളിയാണെന്ന് അവിടുത്തെ മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗ്ലോബൽ ടൈംസും ഒക്കെ ഈ കള്ളം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൈക്കമ്മീഷൻ തന്നെ അവിടെ ഗ്ലോബൽ ടൈംസിനെതിരെ ഒരു എക്സിലൊരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് 14 ലക്ഷം പേരുണ്ട് സൈന്യത്തിൽ. 6.81 ലക്ഷം കോടിയാണ് നമ്മുടെ പ്രതിരോധ ബജറ്റ്. എന്നിട്ടാണ് നമ്മുടെ ഈ സേന മുഴുവൻ ചിതറിത്തെറിച്ചിരിക്കുകയാണെന്നൊക്കെ ചൈന പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്ഡേറ്റഡ് പഴയ പ്രാചീനമായ സോവിയറ്റ് ടാങ്കുകളാണ്, പാശ്ചാത്യ ജെറ്റുകളാണുള്ളത്,
T-19 ടാങ്കുകളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇവര്. എന്നിട്ടാണ്, അതായത് ഇന്നലെ ചൈനീസ് മാധ്യമങ്ങളിൽ ഇന്നലെയും ഇന്നും ഒക്കെ നമ്മളെപ്പറ്റി വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് അവരുടെ ആയുധങ്ങൾ ഇല്ലേ, അവരുടെ മിസൈലും കൊള്ളില്ല, അവരുടെ വിമാനവും കൊള്ളില്ല എന്ന് പഞ്ചാബിലെ പാടങ്ങളിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അവശിഷ്ടങ്ങൾ, പാടങ്ങളിൽ നിന്ന് തെളിവ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? അതാണല്ലോ അവരുടെ ഈ കുറേ കേന്ദ്രങ്ങളും കൂടിയൊക്കെ തകർന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 2ാം ദിവസം യുദ്ധം, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരിക്കുമല്ലോ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഇനി പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ തുറമുഖങ്ങൾ, മറ്റേ വ്യോമതാവളങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ എന്നൊക്കെ തുടങ്ങി ആണവ കേന്ദ്രങ്ങളൊക്കെ തരിപ്പണമാവുന്നതോടുകൂടി പിന്നെ പറയാനും പറ്റില്ലല്ലോ ഞങ്ങളുടെ കയ്യിലിതുണ്ട്, ഉണ്ടായിട്ട് എന്ത് കാര്യമാണല്ലേ. അത് തകർന്നു പോയി കഴിഞ്ഞാൽ ഈ ആണവ സംഗതികൾ ഈ ഭീകരരുടെ കയ്യിലെത്തും എന്നുള്ള ഭയം ചൈനയ്ക്കുണ്ട് എന്ന് റിപ്പോർട്ടുകളിലുണ്ട് കേട്ടോ. അങ്ങനെയും വരാമല്ലോ. പല രാജ്യങ്ങളിലും, പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഒക്കെ അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഇതാണിപ്പോൾ ചൈനയുടെ അവസ്ഥ. ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ മാത്രമല്ല തോക്കുന്നത്, ചൈനയും കൂടി തോൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.